ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. നമ്മളെല്ലാവരും വീട്ടിൽ ഉള്ളി ചട്നി ഉണ്ടാക്കാറുണ്ട് അല്ലേ? അത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് ഉള്ളിയും ചുവന്ന മുളകും ചേർത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ സവോള ചേർത്തിട്ടുണ്ടാക്കും. അല്ലാതെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉള്ളി ചട്നി ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അച്ഛമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഉള്ളി ചട്നിയാണ്. അതിനായിട്ട് ആദ്യം അന്നൊക്കെ ചുവന്ന മുളക് മാത്രമാണ് എടുക്കുക. ഇന്നിപ്പോൾ ഞാൻ കളറ് കിട്ടാനും കുറച്ച് എരിവൊന്ന് കുറയാനും വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 കാശ്മീരി ചില്ലി, ഒരു 4 സാധാരണ മുളകുമാണ്. അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു 10-15 ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ച ചുവ വരും. ഉള്ളി ഒരുപാടെണ്ണം കൂടരുത്. മുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ഇനി ആ ഉള്ളി മൂപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുക. ആ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് നിറമൊക്കെ മാറി ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരുമല്ലോ, അതുവരേക്കും വേണം ഉള്ളി മൂപ്പിച്ചെടുക്കാൻ. ഇനി അതിൻ്റെ കൂടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഒരു 1/4 ടീസ്പൂൺ സാധാരണ ജീരകം, നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുമല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയിൽ അല്ലെങ്കിൽ അമ്മിയിലോ നന്നായിട്ട് അരച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാത്തിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിതൊന്നും ഉണ്ടാക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.